ഹലോ. ഹലോ, നൗഷാദല്ലയോ? അതെ അതെ, ആണല്ലോ. നൗഷാദ്, ഞാനാ ഗീത ചേച്ചിയാ. ആ, എന്തായിരുന്നു? പിന്നെ ആ, വീട്ടിലോട്ടൊന്ന് വരണേ. എന്ത് പറ്റി? നമ്മുടെ മോട്ടർ ഒന്ന് കേടായി. ആ, പിന്നെ വെള്ളമില്ല, വെള്ളം വരുന്നില്ല. അത് ശരി. അപ്പോഴേ കത്തിയത് വല്ലതും ആണോ? മണം വല്ലതും ഉണ്ടോ? ഒന്നുമല്ല, മണമൊന്നും എടുക്കുന്നില്ല. പക്ഷെ എന്തുവാന്ന് അറിയത്തില്ല. ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നേ. ഇന്ന് ഇപ്പൊ നോക്കിയപ്പോ വെള്ളം തീർന്നപ്പം അടിക്കാൻ നോക്കിയപ്പോ ഒരു അനക്കവും ഇല്ലാണ്ടിരിക്കുന്നു. പണിയിലാണോ? അല്ല, ഇന്ന് ഇച്ചിരി പണി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞത്. ഞാൻ ഇപ്പൊ വീട്ടിലുണ്ട്. ഉണ്ടോ? ആ ആ, വരാം ഞാൻ അങ്ങോട്ടേ. വരാം. പിന്നെ കാണുന്നൊന്നും ഇല്ലല്ലോ ഇതുവഴി. ഇതുവഴിയൊക്കെ ഇവിടെ ഇല്ലയോ? ഗൾഫിലെല്ലാം പോയോ? ഇടയ്ക്കൊക്കെ വഴിയൊക്കെ ചെയ്യുന്നതായിരുന്നു. ഉണ്ട്. പണി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പണിക്ക് പോയാൽ രാത്രിയാവും വരാൻ. കുട്ടിയായി പോയെന്ന് തോന്നല്ലോ. നമ്മളതൊന്നും നല്ല കുട്ടിയല്ലേ. അതാ ഞാൻ ചോദിച്ചത്, നല്ല കുട്ടിയായി പോയെന്ന് തോന്നല്ലോ. നമ്മള് തീട്ടക്കുട്ടിയല്ലല്ലോ. പണിക്കൊക്കെ പോയോ? പണിയുണ്ടേ പണിക്ക് അങ്ങ് പോവും. എന്നോടാന്ന് പറയുന്നേ. എന്താ? നല്ല കുട്ടിയായി, നല്ല കാര്യം. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പൊ മോട്ടർ ചീത്തയായപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചല്ലോ. അല്ലാതെ വിളിയും പറച്ചിലും ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വിളിക്കാമല്ലോ. നേരത്തെ അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. ആവശ്യമുള്ളപ്പോ എല്ലാം നമ്മളെയൊക്കെ വിളിക്കും. ആവശ്യമുള്ളപ്പോ നമ്മക്ക് എപ്പോഴും ആവശ്യമില്ലയോ. അതാ വിളിക്കത്തില്ല. കണ്ടിട്ട് പോലെ കുറച്ച് നാളായി അല്ലയോ. ഞാൻ പണി ഉണ്ടാക്കി അങ്ങ് പണിക്ക് പോവായിരുന്നു. അതാ ഞാൻ പറഞ്ഞു നല്ല കുട്ടിയായിരുന്നു. നല്ല കാര്യം കേട്ടാ. അപ്പൊ മോട്ടർ വെള്ളം വരുന്നില്ലല്ലയോ? വെള്ളം വരുന്നില്ല. അത് ഞാൻ വന്നാ വരും. ഞാൻ വന്ന് വെള്ളം വരുത്തി തരാം. വിളിച്ചത്. മോട്ടർ കത്തിയെല്ലാം പോയാന്നെങ്കിൽ പുതിയതൊക്കെ മേടിക്കേണ്ടി വരുവേ. അയ്യോ, പൈസ ആവോ? 10,000 രൂപ ആവും പുതിയതിന്. പുതിയതൊന്നും നോക്കണ്ട, ഇയാളിതൊന്ന് ശരിയാക്കുവന്ന്. അല്ല, പറഞ്ഞത് ഞാൻ ദൂരെ കൂട്ടി പറഞ്ഞത് വൈൻഡിങ്ങോ വല്ലതും കത്തിപ്പോയതാണെങ്കിലേ പിന്നെ നമ്മള് വൈൻഡ് ചെയ്യിക്കുന്നതിനൊക്കെ നല്ലത് പുതിയത് മേടിക്കുന്നതാ. എന്തായാലും വന്നൊന്ന് നോക്കപ്പം വരും. ഒരു അരമണിക്കൂറിന് ഞാനങ്ങ് വരാം. ഞാൻ കുളിക്കാനായിട്ട് നിന്നപ്പോഴാ വിളിച്ചത് ചേച്ചി. ആണോ? വെള്ളമില്ലടേ, കോരി വയ്യ, അതുകൊണ്ട് വരണേ. ചേച്ചി ധൈര്യമായിട്ട് ഞാൻ വെള്ളം വരുത്തി തന്നാ പോരായോ? മതി. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, ആരുമില്ല. എന്നാ ഞാൻ വരാം. അല്ലേ ഞാൻ വിളിച്ചത്. പിന്നെ പെങ്ങടെ കല്യാണമൊക്കെ ആയോ? പറയുന്നേട്ട് ആരോ ഇങ്ങനെ പറയുന്ന കേട്ട്. എന്നാ ഡേറ്റ് ഒക്കെ എടുത്താ? ഡേറ്റ് എടുത്തില്ല, എല്ലാം ഒരു ഉറപ്പ് വർഷമായി. എവിടെടേ? ഇവിടെ ചാരുമൂട്ടില്ല. പയ്യനെവിടാ ജോലി? ഗൾഫാണോ? അവൻ ഗൾഫില്ല. അവന് സൂപ്പർ മാർക്കറ്റില്ല അദ്ദേഹം. കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചപ്പോ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പയ്യനാ. അങ്ങനെ ഡേറ്റ് ഒന്നും എടുത്തില്ല. ചിലപ്പം 2 ആഴ്ചക്കകം നിശ്ചയം കാണും. കോച്ചിങ്ങിനോ ജോലിയൊന്നും അല്ലല്ലോ? ഇല്ല, അവളിപ്പോഴും കോച്ചിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. എവിടെ ഇപ്പൊ നിയമനങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. എവിടെങ്കിലും അവള് ഒപ്പിച്ചെടുക്കും. കാര്യം റാങ്ക് ലിസ്റ്റിലൊക്കെ മിക്കവും ഉണ്ടായിരുന്നു. ഉള്ളത് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു. ശ്രമിക്കുന്നുണ്ട് അവള് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പം കൊണ്ടുപോകും. പണ്ടത്തെ കൂട്ടല്ലേ. നമ്മള് നോക്കണം. പോയാ പിന്നെ ഇതുപോലുള്ള മോട്ടറൊക്കെ ശരിയാക്കാൻ പിന്നെ ആര് വരും കാണും? എല്ലാരും അങ്ങ് ഗൾഫിൽ പോയാല്. ഇപ്പൊ തന്നെ ഞാൻ ഗൾഫിൽ പോയായിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെ അവിടെ മോട്ടർ ശരിയാക്കും? അത് വേണ്ട. ഞാന് ശ്രമിക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ഇന്നിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞേ. കല്യാണമൊക്കെ കേട്ടെ. അല്ല പിന്നെ ഇപ്പം വിചാരിച്ചാലും ഒരു പേപ്പറൊക്കെ നടക്കുമല്ലോ.
ഭയങ്കര നിൽക്കാതെ അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫോണൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, കുഴപ്പമില്ല, സ്വഭാവമായിട്ടൊക്കെ ഇരിക്കുന്നു. ചേച്ചിക്കേ ഉള്ളു ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടില്ലയോ ചേട്ടൻ ഇല്ലാത്തോണ്ട്? ഇല്ലാത്തന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളു, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, ആ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളെ പോലുള്ളവർ മാറ്റിത്തരാം. നിങ്ങളെ പോലുള്ള എനിക്ക് അല്ലേ, വാ അതല്ലേ പറഞ്ഞേ. മാറ്റിത്താ മാറ്റിത്തരാം കേട്ടോ. ചിലപ്പോൾ റോഡിയെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വരാൻ വെള്ളമില്ലാതെ ഞാൻ കോരി അതിന് ഒരു പരിവായി ആളിപ്പം. അത് നോക്കത്തെന്തായാലും ചിലപ്പോ ഇനി മോട്ടർ ചെയ്ത അത്യാവശ്യം പിന്നെ മേടിക്കേണ്ടിയൊക്കെ വരും, പൈസ ആവുവേ. അത് നോക്കാം, എല്ലാരും നോക്കുന്നു. ശരി, ഞാൻ ഉടനെ തന്നെ ഇറങ്ങാം. ശരി, ഓക്കെ.